എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രാടം നക്ഷത്രക്കാർക്ക് വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഒക്ടോബർ 2024 എങ്ങനെയാണ് നോക്കാം. Queen of Pentacles, Five of Pentacles, Hanged Man, Nine of Cups, Ace of Wands, Knight of Cups. Queen of Pentacles എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം വരുന്നൊരു മാസമായിരിക്കും. പുതിയൊരു തുടക്കം. അപ്പോൾ സാമ്പത്തിക സ്ഥിതിയിലൊരു മെച്ചം, ജീവിതത്തിൽ മുന്നേറാനുള്ള അവസരമൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ മുന്നേറാനുള്ള അവസരങ്ങൾ അവഗണിക്കുന്ന ഒരു ശീലമാണ് പലപ്പോഴും മുന്നിൽ കാണുന്ന അവസരങ്ങൾ. അത് ജോലിയാണെങ്കിലും ബിസിനസ് രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും എന്തായാലും നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആ ഒരു അവസരത്തെ നിങ്ങൾ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അവസരം അവഗണിക്കാതിരിക്കുകയാണ് എങ്കിൽ മുന്നോട്ടേക്ക് ഒരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് മുന്നോട്ടേക്ക് പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നോക്കി കാണുക, മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഒരു പടിയല്ല ഒത്തിരി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയമാണ്. മുന്നോട്ടേക്ക് ഉയരാനായിട്ട് സ്വയം മനസ്സിലാദ്യം വിശ്വസിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പെർമിഷൻ കൊടുക്കുക, ഞാൻ മുന്നോട്ടേക്ക് പോവുകയാണ് എന്നുള്ളത്. കാരണം ഇവിടെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ചിന്ത, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇമേജ് നിങ്ങൾ കൊടുക്കുന്നില്ല. അതായത് എനിക്ക് മുന്നേറാൻ പറ്റും എന്നുള്ളത്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാം. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അമിതമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓവറായിട്ട് അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതം അർപ്പിക്കുക, അല്ലെങ്കിൽ ത്യാഗം, അതുപോലുള്ള കാര്യങ്ങൾ ഓവറായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരെ കൈപിടിച്ച് നടത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ ഓവർ മദറിങ് എന്ന് പറയും, ഒരു എല്ലാവരുടെയും അമ്മയായിട്ട് മാറേണ്ടുന്ന ഒരു സാഹചര്യം ആവശ്യമില്ല. നിങ്ങൾ എന്നുള്ളൊരു വ്യക്തി, അതേപോലെ മറ്റൊരു വ്യക്തി അവർ തന്നെ നടക്കാൻ പഠിക്കണം. അല്ലാണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ നടത്താൻ പഠിപ്പിക്കേണ്ടുന്ന ആവശ്യകതയില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അമിതമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് ചെയ്യാതിരിക്കുന്നത് ഒരു തെറ്റൊന്നുമില്ല. കാരണം കൊച്ചുകുട്ടി 2 വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികളെ നടത്താൻ പഠിപ്പിക്കുമ്പോൾ അത് ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് ഒരു 35-40 വയസ്സുള്ള ഒരു വ്യക്തിയെ നടത്താൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോരുത്തരും അവരവരെ തന്നെ നടക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് നിങ്ങൾക്ക് അതിന്റെ ആവശ്യകതയില്ല. സ്വയം നടക്കാൻ പഠിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളാണത് ചെയ്യുന്നതെങ്കിലും അവരെ സ്വയം നടക്കാൻ വിടുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ 5 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്താഗതിയിൽ പറയുകയാണെങ്കിൽ എന്നെ കൊണ്ടൊന്നും കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ സാമ്പത്തികമായിട്ട് പുറകിലേക്ക് നിൽക്കുന്നു എന്നുള്ളൊരു ചിന്ത എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഇമേജ് ആയിട്ട് നിൽക്കുന്നത്, ഞാൻ സാമ്പത്തികമായിട്ട് വളരെ പാവപ്പെട്ട ദരിദ്രനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു ചിന്തയിലാണ് വരുന്നത്. അതോടൊപ്പം തന്നെ പലപ്പോഴും ചിലവാക്കുന്ന കാര്യം വരുമ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചിലവാക്കുന്ന ഒരു ശീലം നിങ്ങളുണ്ട്. അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും മുന്നേറാനായിട്ട് ശ്രമിക്കുമ്പോൾ സ്വയം പിറകോട്ടേക്ക് വലിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളും അങ്ങനെയുള്ള ചിന്താഗതി ഉള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് അകന്നു നിൽക്കാം. അങ്ങനെയുള്ള ആളുകൾ അവരുടെ ചിന്തകൾ നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദരിദ്ര മെന്റാലിറ്റി അതിൽ നിന്ന് മാറുക, സ്കാർസിറ്റി മൈൻഡ് സെറ്റ് നിന്ന് മാറിയില്ല എങ്കിൽ മുന്നോട്ടേക്ക് പോകാൻ ഒരിക്കലും പറ്റില്ല.
അപ്പം അങ്ങനെയുള്ള ആളുകളാണ് ചുറ്റുമുള്ളത് എങ്കിൽ അവരിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ മുമ്പിൽ ഇതിനു മുമ്പും പലപ്പോഴും വന്നിട്ടുള്ള പോലെ തന്നെ ഇപ്പോഴും അവസരങ്ങൾ മുമ്പിലുണ്ട്. കൺമുമ്പിൽ അവസരങ്ങൾ, ജീവിതത്തിൽ പലപ്പോഴും മുമ്പിൽ അവസരങ്ങളുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. പക്ഷെ കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നുള്ളത്. അഹം എന്നുള്ളൊരു ഭാവം ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്കാർസിറ്റി മൈൻഡ് സെറ്റിനെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന സമയത്ത് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുക. കാരണം നിങ്ങൾ അതിലാണ് ഇവിടെ സ്റ്റക്കായിട്ടിരിക്കുന്ന എനർജി കാണുന്നത്. ഇപ്പോഴും വീണ്ടും പറയുന്ന ഒക്ടോബർ മാസത്തിലും നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മെന്റാലിറ്റി ഒന്ന് പുറത്ത് വരാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അവിടെ തന്നെ തങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് പല കാര്യങ്ങളിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നേറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്രം തെറ്റുകൊണ്ടാണ്. പല ആളുകളും പറയാറുണ്ട്, ഇപ്പോൾ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകളുണ്ട്, അപ്പോൾ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. അല്ലെങ്കിൽ ചില ആളുകളുടെ ജാതകവശാൽ നോക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. നമ്മൾ അസ്ട്രോളജിയിൽ പ്രത്യേകം നമ്മൾ അസ്ട്രോളജിയിൽ നോക്കുമ്പോൾ അസ്ട്രോളജി ആ ഒരു കാണാതെ അല്ലെങ്കിൽ അത് കാണാതെ പഠിച്ചിട്ട് അല്ലെങ്കിൽ അത് പഠിച്ചിട്ടാണ് എല്ലാവരും വരുന്നത്. ഇപ്പോൾ ഒരു പഴയൊരു കാലത്തുണ്ടായിരുന്ന ആ ഒരു ഇൻറ്റ്യൂഷൻ വച്ചിട്ടല്ല പലരും അസ്ട്രോളജി ഇപ്പോൾ ചെയ്യുന്നത്. പലരും എന്നുള്ളതല്ല, മിക്കവാറും എല്ലാവരും തന്നെ. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇൻറ്റ്യൂട്ടീവായിട്ട് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു എന്താണ് എന്നുള്ളത്. ജാതകവശാൽ അല്ലെങ്കിൽ കണക്കുകൾ പ്രകാരം ഇന്ന സ്ഥാനത്ത് ഇന്നത് നിൽക്കുമ്പോൾ ഇന്നതാണ് സംഭവിക്കുക എന്നുള്ളത് പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ആ പറയുന്ന വ്യക്തിയുടെ മനസ്സ് എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. ആ വ്യക്തി സ്വയം ചിന്തിക്കുന്നത് എനിക്ക് പറ്റില്ല എന്നാണ് എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടെങ്കിലും ആ വ്യക്തിയിലേക്ക് അത് എത്തുന്നില്ല. കാരണം ഉള്ളിൽ സബ് കോൺഷ്യസ്ലി ആ വ്യക്തി അത് രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പറയും നമ്മുടെ മനസ്സാണ് എല്ലാം. കാരണം നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും നമ്മളുടെ മനസ്സ് നമുക്ക് ആ ഒരു, അല്ലെങ്കിൽ ബ്രെയിൻ, ശാരീരികമായിട്ട് പറയാൻ ബ്രെയിൻ ഇങ്ങനെ ഇത് കൊടുക്കണം, ഇന്നത് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ വിശക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കണം, അപ്പോൾ കയ്യിൽ ഭക്ഷണം എടുത്ത് വായിൽ വെച്ച് ചവച്ച് കഴിക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെയാണോ നിങ്ങളുടെ ശരീരം പ്രവർത്തിക്കണം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ജീവിതം എങ്ങനെയാവണം എന്ന് നിങ്ങളുടെ ഉള്ളിൽ പറഞ്ഞാൽ മാത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വാതിക്കൽ വന്ന് നിൽക്കുമ്പോൾ ആ വാതിൽ നിങ്ങൾ തുറന്നു കൊടുത്താൽ മാത്രമാണ് അത് ഉള്ളിലേക്ക് വരിക. ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആ വാതിൽ എന്ത് ചെയ്താലും തുറക്കില്ല എന്നാണ് പറയുന്നത് എങ്കിൽ കാര്യങ്ങൾ ഉള്ളിലേക്ക് വരില്ല. അപ്പോൾ പലപ്പോഴും പല ആളുകളും ജാതകത്തിൽ നോക്കിയിട്ട് കാര്യങ്ങൾ ഇങ്ങനെയാണ് പക്ഷെ ഒന്നും നടന്നില്ല എന്ന് നോക്കുന്ന ആളുകളെ പറയുമ്പോൾ ഒരു പക്ഷേ, എല്ലാത്തിലുമല്ല, ഒരു പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ടാവാം. കാരണം ഇവിടെ ഇപ്പൊ പറയുകയാണെങ്കിൽ 9 of Cups എനർജിയാണ്, വിഷ് കം ട്രൂ ആണ്. തഥാസ്തു, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നടക്കട്ടെ ജീവിതത്തിൽ എന്നുള്ളത് ആ ഭഗവാൻ ഈശ്വരൻ, നിങ്ങൾ ഏത് പേരിൽ വിളിച്ചാലും, കൃഷ്ണനായാലും കർത്താവായാലും അള്ളാഹായാലും ഏത് ദൈവത്തിൽ വിളിച്ചാലും, ഇനി ബുദ്ധനായാലും ജൈനിസത്തിൽ മഹാവീരരായാലും ഏത് ഇതിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്ത് തീരുമാനിക്കും, നമ്മൾ പറയില്ലേ നമ്മളുടെ തത്വമസി, നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. ആ നമ്മുടെ ഉള്ളിലെ ഈശ്വരന് നമ്മൾ ആദ്യം മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. ആ ഒരു അനുവാദം നമ്മൾ കൊടുക്കുക. ഓക്കെ, ഞാൻ ഇനി മുന്നോട്ടേക്ക് കുതിക്കുകയാണ് ജീവിതത്തിൽ, ഞാൻ ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ തീരുമാനിച്ചു, ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ പോവാണെന്ന് സ്വയം പറയുക എന്നുള്ളതാണ്. അതില്ല എങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹം നിങ്ങളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. ഏസ് ഓഫ് വൺസ് എനർജിയാണ്. പല ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്ന സമയം കൂടിയിട്ടാണ് ഇത്. ആത്മീയതയിലേക്ക് പോകുന്നുണ്ടാവും ചില ആളുകൾ. ആത്മീയത എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഒരു ലെവലിൽ ഒന്നല്ലെങ്കിൽ അങ്ങേയറ്റത്ത് അല്ലെങ്കിൽ ഇങ്ങേയറ്റത്ത് ഒരു എക്സ്ട്രീംസിലാണ് നിങ്ങൾ പോവുക. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോവുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ധനത്തിന് പിന്നാലെ പോകുന്നത്, അതല്ല എങ്കിൽ ഭയങ്കരമായിട്ട് സ്പിരിച്വാലിറ്റിയുടെ പിന്നാലെ പോകുന്നു. ഇപ്പോൾ ആത്മീയതയിലേക്ക് പോവുക, ദൈവവിശ്വാസി ആത്മീയത അതുപോലുള്ള കാര്യങ്ങളിൽ പോവുകയാണെങ്കിൽ മുഴുവനായിട്ട് അതിൽ മുങ്ങി നിൽക്കുക. അപ്പോൾ ജോലിയും കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് നോക്കാതെ അതിൽ, അല്ലെങ്കിൽ ജോലി പോവുകയാണെങ്കിൽ ജോലി മാത്രം, ധനത്തിന് പുറകെ. ഇത് രണ്ടുമല്ലാതെ രണ്ടും കൂടി ചേർന്നൊരു ജീവിതം പറ്റുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസത്തിൽ. ഒരു പരിധിവരെ അവിടെ വീണ്ടും പറയുന്നത് എല്ലാം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് എന്നുള്ളതാണ്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു മാസത്തിൽ വിവാഹത്തിനുള്ള സമയമാണ്. വിവാഹം നടക്കാത്തവർക്ക് വിവാഹ സാധ്യതയുള്ള ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം.
അപ്പോൾ അതിന് ശ്രമിക്കുന്നവരാണ് എങ്കിൽ വിവാഹം, പ്രണയം ഇതുപോലുള്ള കാര്യങ്ങളും ഈ ഒരു മാസത്തിൽ സംഭവിക്കാം. പിന്നെ നിങ്ങളുടെ പ്രണയം എന്തിനോടാണോ അത് സഫലമാകുന്നതുമാവാം. അപ്പോൾ നിങ്ങൾ വലിയ രീതിയിൽ പഠിച്ച് വിദേശത്ത് പോയിട്ട് പഠിച്ച് സ്കോളർഷിപ്പൊക്കെ നേടി മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമാവാം ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.